വിശദാംശങ്ങളിലേക്ക്. സപ്ലൈകോയിലെ 13 ഇനം സബ്സിഡി സാധനങ്ങളുടെ വില ഉടൻ കൂട്ടിയേക്കും. വില കൂട്ടുന്നതടക്കം സപ്ലൈകോ പുനഃസംഘടനയെക്കുറിച്ചുള്ള പ്രത്യേക സമിതി റിപ്പോർട്ട് അടുത്ത മന്ത്രിസഭാ യോഗം പരിഗണിക്കും. സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്ത് വില കൂട്ടാൻ LDF നേരത്തെ അനുമതി നൽകിയെങ്കിലും നവകേരള സദസ്സ് തീരാൻ കാത്തിരിക്കുകയായിരുന്നു. ഈ വിഷയത്തോട് സാധാരണക്കാരുടെ പ്രതികരണം നോക്കാം. സപ്ലൈകോയിൽ 13 ഇന സബ്സിഡി സാധനങ്ങളുടെ വില കൂടുമെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ഇത് സംബന്ധിച്ച് പ്രത്യേക സമിതിയുടെ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു കഴിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയെന്ന് നോക്കാം. ക്രിസ്മസിനൊക്കെ ഒന്നും കിട്ടിയില്ല. പൺസാര ഒക്കെ വന്നിട്ട് 4-5 മാസമായി. ഒന്നും വന്നില്ല. തൊപ്പുണത്തിലൊക്കെ വെറുതെ ആൾക്കാരിരിക്കെ അവര് പാക്കിംഗ് പാർട്ടിക്ക് പൈസ കൊടുത്തല്ല നമ്മൾ സമരം ചെയ്യുന്നു. നമ്മുടെ സർക്കാരല്ലേ, സർക്കാരിന് ഇപ്പൊ തോന്നിയ വിലക്കാണ് വിൽക്കണത്. അവർക്ക് കാശില്ല. അപ്പൊ ഇങ്ങനെയുള്ളവരെ പിടിഞ്ഞിട്ട് വേണം നാട്ടുകാരെ പിടിഞ്ഞിട്ട് വേണം അവർക്ക് എടുക്കാൻ. കൂട്ടിയില്ലെങ്കിൽ ഈ മേഖല തകർന്നു പോകുന്നതാണ് പറയുന്നത്. തകർന്നങ്ങോട്ട് പോട്ടെ. സപ്ലൈയിലെ മോനെ ഈ പ്രാവശ്യം സാധനങ്ങളൊന്നും വന്നില്ലല്ലോ. എല്ലാം കടകളിൽ നിന്ന് മേടിച്ച എല്ലാം വില കൂടുതലായിരുന്നു. അത് നമ്മുടെ വില കുറക്കണേ നല്ലത്. വില കുറച്ചാലേ ജനങ്ങൾക്ക് മേടിക്കാൻ പറ്റുള്ളൂ. ക്രിസ്മസിന് സാധനങ്ങളൊന്നുമില്ല, കാര്യമായിട്ടൊന്നുമില്ല, വേറെ പേര് മാത്രമേ ഉള്ളൂ. ഇല്ല, ഒന്നും കിട്ടിയില്ല. ഈ പ്രാവശ്യം ക്രിസ്മസിനൊന്നും കിട്ടിയില്ല. ഒന്നും കിട്ടിയില്ല. അവിടെ ഒന്നുമില്ല എന്നും പറഞ്ഞ് എന്ന് വരുമെന്ന് ചോദിച്ചപ്പോ അവർ പറഞ്ഞു അവർക്ക് അറിയില്ല എന്ന് പറഞ്ഞു. ആകെപ്പാടെ 2-3 പേര് മാത്രം അവിടെ കുത്തിയിരിപ്പുണ്ട് വെറുതെ. എല്ലാവരും ചെല്ലണവരൊക്കെ ഇറങ്ങി പോകുന്നു. പിന്നെ ഞങ്ങളെപ്പോലുള്ളവർ എങ്ങനെ ജീവിക്കും? റേഷൻ കടയിലും ഒന്നുമില്ല. റേഷൻ കടയിലൊക്കെ ഇങ്ങനെ ഒരു മനുഷ്യനെ കാണാനില്ല അവിടെ. ഞാൻ ഇടയ്ക്ക് മേടിച്ചിരുന്നതാണ്. ഇപ്പൊ കുറെ നാളുകളായിട്ട് അവിടെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല എന്നുള്ളതാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളായ പലതും ഇതുപോലെ പ്രതിസന്ധിയിലാണ്. അതൊക്കെ പൂട്ടി പോകും. ഈ പ്രാവശ്യം 900 രൂപയുടെ സാധനം 400 ചില്ലാൻ രൂപയ്ക്കാണ് കിട്ടിയത്. കൂട്ടുന്ന വിഷയമുണ്ട്. അതിപ്പോ 6 വർഷമായിട്ടുള്ള കൂട്ടിയിട്ട് കുഴപ്പമുണ്ട്. കൂട്ടിയ കുഴപ്പമാണ്. പക്ഷേ ഇതാണ് എന്റെ വിഷയം. കൂട്ടുന്നത് കുഴപ്പം തന്നെയാണ്. പക്ഷെ ഈ 7 വർഷമായിട്ട് കൂട്ടിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. സർക്കാർ സപ്ലൈകോയ്ക്ക് നൽകാനുള്ള കുടിശ്ശികയിൽ ഒരു ഭാഗം കഴിഞ്ഞ ദിവസം ക്രിസ്തുമസിനോടനുബന്ധിച്ച് നൽകിയെന്ന വാർത്തകളായിരുന്നു പുറത്തുവന്നത്. അതനുസരിച്ച് സാധനങ്ങൾ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ എത്തിയെന്ന് നമ്മൾ കണ്ടു. പക്ഷേ എന്നിരുന്നാൽ പോലും പല സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും അവശ്യ സാധനങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാണ് ജനങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ സപ്ലൈകോയിലെ സബ്സിഡി നിരക്ക് വർധനവിനെതിരെ സമ്മിശ്ര പ്രതികരണങ്ങളാണ് ജനങ്ങളിൽ നിന്നുണ്ടാകുന്നത്. കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ രഞ്ജിത്ത് മോഹനൊപ്പം AT അശ്വതി, കേരള വിഷൻ ന്യൂസ്.